എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ എന്താ കാര്യം? എനിക്ക് ഈ നാട്ടില് വേണ്ടപ്പെട്ടവരാരുമില്ല. ഒറ്റയ്ക്ക് ആഹാരം വെച്ച് കഴിക്കാൻ. ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് സമ്മതമാണ്. എന്തിന്? നിങ്ങൾ കരി വെച്ച് തരാനോ? അല്ല, പിന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരാം. രാധേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനൊരൊറ്റ അടി വെച്ചേരും. നിനക്ക് വീട്ടിൽ വരുന്ന പോരായിരുന്നു? കണ്ടില്ലേ, എന്നെ ചെലക്കായിരുന്നു. എന്റെ തത്തമ്മയെ തരൂ. തരില്ല. തരാനാ പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ എന്റെ തത്തമ്മ തരാം. അനാവശ്യം പറയുന്നു. തത്തമ്മയ്ക്ക് തരാനാ പറഞ്ഞ്. അങ്ങനെ തരത്തിലൊരു പെണ്ണെ. കൊച്ചുമലയാളി, ആ തത്തയും കൊടുക്കും. മനസ്സില്ല, കൊടുക്കാനാ പറഞ്ഞത്. മനസ്സിലടാ പട്ടി. ഇതാ കൊച്ചുമുതലാളി. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് നോക്കല്ലേ. ഇതിവൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഓ ഓ നീ അതോടെങ്ങാനും വെച്ചോടി. ആവശ്യമുള്ളവൻ വന്ന് എടുത്തോളൂ. വീട്ടിൽ പോടി. ഈ മുൻകോപം ഒന്ന് കുറയ്ക്കണം കേട്ടോ. പിന്നെ എന്നെ പട്ടിയെന്ന് വിളിച്ചാൽ ഞാൻ അവനെ തൊട്ടുമുത്തണം. അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ എന്നെ വെടിവെച്ചത്. അതെങ്ങനെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ? അവരൊക്കെ വലിയ ആളുകളാ. ആരായാലും ശരി, ഞാൻ പേടിക്കില്ല. കൊച്ചുമുതലാളി അവൻ തല്ലിയോ? അവനെ ഞാൻ പിടിച്ചു കെട്ടി കൊച്ചുമുതലാളിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ട് തരാം. എടാ, നീ ഒറ്റയ്ക്ക് പോണ്ട. ആ വർക്കിയും ബാപ്പനെയും കൂടെ വിളിച്ചോ. നീ വീട്ടിൽ പോ. പോകാൻ. എന്തേ എല്ലാരും കൂടെ? നീ കൊച്ചുമുതലാളിയെ തല്ലിയോ? കൊച്ചുമുതലാളി എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചോ? കൊച്ചുമുതലാളി എന്തും ചെയ്യും. നീ തല്ലുവോ? ആ, തെമ്മാടിത്തരം കാണിച്ചാ തല്ലും.
എന്താ അച്ഛോ, ഇങ്ങോട്ടാരെങ്കിലും വന്നോ? ഇവിടെ ആരും വന്നില്ലല്ലോ. നിങ്ങൾ ആരെയാ തിരയുന്നത്? ഒരു കൊലപ്പുള്ളിയാണ്. കണ്ണിൽ പെട്ടതാ, പക്ഷെ അവൻ കടന്നു കളഞ്ഞു. ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. ഹേ, അത് സാരമില്ല. കമോൺ. നീ ഇൻസ്പെക്ടർ പറഞ്ഞ കൊലപാതകി മുന്നി. ഒരു സഹജീവിയെ കൊന്നവനാണോ നീ? എന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ ഞാനത് ചെയ്തു. പോലീസിന് കീഴടങ്ങും. നിയമം നിന്നെ രക്ഷിക്കും. ക്ഷമിക്കണം അച്ചു, നിയമം പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മുന്നേ